വാടാമുല്ലിയാണെങ്കിൽ അത് വാടി. ഇനി നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള 2 ഐറ്റം ഉണ്ട്. അത് നീ എനിക്ക് അതിന്റെ അളവ് പറഞ്ഞല്ല, മൂപ്പിക്കേണ്ട എന്തോ സമയം വേണമെങ്കിൽ. ഞാൻ ആ പരിപാടി ചെയ്യാറില്ല. ഭയങ്കര ബുദ്ധിയാ. അതുകൊണ്ടായിരിക്കും തലയിലെ മുടിയൊക്കെ പൊഴിയാ. ഇപ്പൊ ബുദ്ധി ഇച്ചിരി വന്നപ്പോഴായിരിക്കും പൊഴിഞ്ഞു പോയത്. എന്നകി പറയണേ കേക്കണ്ടാന്ന്. അതെ, എത്ര പാത്രങ്ങളാ അമ്മ ഒരു പാചകത്തിന് ഉപയോഗിക്കണേ. ശരിയാ. കണ്ണിമാങ്ങ വീഴണം. കണ്ണിമാങ്ങ എന്ന് വെച്ചാൽ വാടി വീഴണ മാങ്ങ. അത് കറി ഇടാൻ കൊള്ളൂല, വാടി വീഴുന്നത് കൊണ്ട്. അതിന്റെ മുകളിലേക്ക് പറിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ പറിച്ച് കുറച്ച് കണ്ണിമാങ്ങ ഇട്ട് നോക്കാൻ. അതേ നല്ല മാങ്ങയില്ല. പറിച്ചു കഴിഞ്ഞാൽ മാങ്ങ അത്രയും പോവല്ലേ. മാമ്പഴം ഉണ്ടാവണ മാങ്ങ അതൊക്കെ ഉണ്ടാവും. പക്ഷെ പറിച്ച് ഇട്ട് നോക്കായിരുന്നു, നിവൃത്തിയില്ല. ഇപ്പൊ പറിക്കാൻ ചൂടും കാലാവസ്ഥയും പണി എല്ലാം കൂടെ. ഞാൻ അപ്പോഴും പറഞ്ഞായിരുന്നു, ജംഗ്ഷനിലെല്ലാം കണ്ടാൽ മേടിച്ചോ കണ്ണിമാങ്ങ കഴിഞ്ഞു വല്ല നമുക്ക് ഇടാന്ന്. ദൂരം മാങ്ങ വീഴണല്ലേ. ആ ചുമന്ന പൂവുള്ള മാവേലും മാങ്ങ എന്നാന്നറിയാനൊന്നും മനസ്സിലായാൽ മതിയായിരുന്നു. മാങ്ങ ഉണ്ടായിട്ടുണ്ട്, എന്ത് മാങ്ങയാണെന്നൊന്ന് അറിയാൻ കിട്ടിയാൽ മതി. കംപ്ലീറ്റ് വീണ് കിടക്കുക, താഴെ വീഴും. അത് കരിം പച്ച നിറം അതിന്റെ മാങ്ങയ്ക്ക്. എന്ത് മാങ്ങയാന്നറിയില്ല, അത് ആദ്യമായിട്ട് പൂത്തതാത്. ആ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചുമപ്പ് രാശി. അതെ, ഉണങ്ങി വരണ്ട് കിടക്കണല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോ ഇല്ലേ, അതാണ് നമ്മുടെ മാവ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോ എല്ലാം കൂടെ വിണ്ടം കീറും. അതെ 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 അതെ. ഡ്രൈനസ് വന്നു. ഇപ്പൊ മാങ്ങ വീണ മാവാണ് കേട്ടോ അത്. ചുവന്ന മാവ് അതല്ല. അത് അങ്ങേറ്റത്ത് ഇവിടെ അത് ഇട്ടാറിന് ഈ ഭാഗത്ത് ഇച്ചിരി തണലായല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്നറിയുമോ, ഇപ്പൊ ആന്തൂരത്തിന് വലിയ കുഴപ്പമില്ല. മറ്റേ ഷെയ്ഡിൽ വെക്കുന്ന വേറെ കുറച്ച് ചെടി വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാന്ന് ഓർത്തിരിക്കുക. നല്ലതാ, മാറ്റേണ്ടി വരും. എന്ന് വെച്ചാൽ ഷെയ്ഡ് അത് ഭംഗിയായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അടുക്കി മുട്ടി അങ്ങ് വെച്ചേക്കാം. കാരണം വെയില് അടിച്ചാൽ ചെടി പോകൂല. ഇനിയിപ്പോ ഇവിടത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ പൊട്ടിച്ച് തേപ്പും എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് അടുക്കി വെക്കാം. അപ്പൊ പിന്നെ വേറെ ശല്യം, തണലുണ്ട്, നല്ല തണലുണ്ട്. അവിടെ നടപ്പാതെ മാത്രം ഇട്ടാൽ മതി. ഗ്യാസ് വരുമ്പോഴും കയറി പോരാൻ വേണ്ടി മാത്രം. ബാക്കിയെല്ലാം അങ്ങ് ശരിയാക്കാം. ഓ, വെയിലത്തേക്ക് നോക്കിക്കേ അല്ലേ, പൊള്ളുക. വാടാമുല്ലയ്ക്ക് കാലത്തെ കുണുക്ക വെള്ളം ഒഴിച്ച് എപ്പോ കണ്ടോ വാടിയത്. വാടാമുല്ലയാണെങ്കിലും അത് വാടി. വാടാത്ത മുല്ലയാണെങ്കിലും വാടി അല്ലേ. ആന്തൂറിയ നല്ല ഷെയ്ഡിലാ നിൽക്കണം. നോക്കി ഒഴിഞ്ഞ് പിടിക്കാം. വലിയ കുഴപ്പമില്ല. മറ്റേ ചെടിക്കാ പ്രശ്നം. നോക്കാം നമുക്ക്. ഓ, ഇവിടെ ഇത് ഇങ്ങനെ ഇട്ടത് ഈ വേനൽ കാലത്തൊരു സൗകര്യമായിട്ടോ. നല്ല സൗകര്യമായി. ഇങ്ങോട്ട് നല്ല ലൈറ്റും അടിക്കുന്നുണ്ട്. വെളിച്ചല്ലേ. ഉച്ചയ്ക്ക് മുമ്പുള്ള അമ്മയുടെ പതിവ് റിലാക്സിങ് ടൈമാണ്. വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ, കൊടയെടുത്തു. ആ, അതല്ല അവള് പറഞ്ഞ കൊടയിലത് വെച്ചേക്കണം, മാർഗം നല്ല രസമാണ്. ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വല്യപ്പയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന വാഴക്കൂമ്പ് വൻപയർ ഇട്ടായിരുന്ന, ചെറുപയറല്ല എന്നിട്ടേക്കണം. അത് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ വേറൊരു പീസ് മസാലയെന്ന്, വേറെ ഒരു വെജിറ്റബിൾ മസാലയെന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കുക കേട്ടോ. പുലർത്ത അത് ശരിക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് അത് കഴിക്കേണ്ടത്. ഞങ്ങളിപ്പോൾ ചോറിൻ്റെ കൂടെ എടുക്കണത്. നിങ്ങളെ കാണിക്കാം. അതിനു വേണ്ടി ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂക്കാനായിട്ട് 2 തരി കടുക് കിട്ടും. അതിലേക്ക് 2 സവോള എരിഞ്ഞത് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ ഇത്രയും വഴന്നാ മതി, കാരണം ഇതിൽ കിടന്ന് വേറെ വെജ് വേവാനുണ്ട്. ഇപ്പൊ വെജിറ്റബിൾ നമ്മുടെ കയ്യിലുള്ള ബീൻസ് ഒക്കെ ഇട്ടാൽ നല്ലതാ. കോളിഫ്ലവർ അങ്ങനെയുള്ളത്, ബീൻസും കോളിഫ്ലവറും ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല. കോളിഫ്ലവർ അങ്ങനെ ആവശ്യത്തിന് മാത്രമേ മേടിക്കാറുള്ളൂ. ബീൻസ് മേടിക്കാറുള്ളതാണ്, പക്ഷെ കസ്റ്റഡിയിൽ ഇല്ലാത്തത് കൊണ്ട് ക്യാരറ്റും പൊട്ടറ്റോയും ഇടുക. പിന്നെ നമുക്ക് വേറെ 2 ഐറ്റം ലാസ്റ്റ് ചേർക്കാനുണ്ട്, അത് അന്നേരം കാണിക്കാം. അപ്പൊ അത് ഇതിലേക്കിട്ട് നമുക്ക് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. ഷാലോ ഫ്രൈ അല്ല, ശരിക്കും വേവണം. കാണിക്കാം ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് രണ്ടും ഇച്ചിരി ചെറുതാക്കി നൈസാക്കിയാട്ടോ ഞങ്ങൾ വേവാൻ വേണ്ടി. അധികം തിക്നെസ് ആക്കിയിട്ടില്ല, കാരണം ഇത് വെന്ത് വരണ്ട. ഇതിൽ കിടന്ന് തന്നെ വേവുവാണെങ്കിൽ വെറുതെ വെള്ളത്തിലും ഉപ്പിട്ട് വേവിക്കുന്നതിലും നല്ലത് ഇതിൽ വഴറ്റി വേവുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം ഞാൻ ഇതിലിട്ട് അങ്ങനെ വേവിക്കാന്ന് ഓർത്തപ്പോൾ ഇഷ്ടംപോലെ ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാത്രം കൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉപ്പും അങ്ങ് ഇട്ടാൽ അതിന് ഉപ്പ് പിടിച്ച് വെന്തോളും. പിന്നെ പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കണമെന്നുള്ളവർക്ക് ഈ ഒപ്പം പച്ചമുളകും അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മസാലക്കൂട്ടിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണത് കൊണ്ട് പച്ചമുളക് പിന്നെ ആഡ് ചെയ്യണില്ല കേട്ടോ. ഇനി ഇത് നമുക്ക്
അടച്ചു വെച്ച് മൂടി പൊത്തി വേവിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ, ഹാപ്പി സൺഡേ. അതേ ഒരുവിധം ബോയിലായി കിട്ടിട്ടോ. ഇനി ചെയ്യേണ്ട എന്നാന്നറിയാമോ, ഇതിന്റെ പൊടികളൊക്കെ ചേർക്കാം. ഇതിന് ആഡ് ചെയ്യേണ്ട പൊടികൾ കേട്ടോ. ഇപ്പൊ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാ കൂടുതലും. കാശ്മീരി ചില്ലി എരിവ് അധികം വേണ്ടല്ലോ. അതുകൊണ്ട് അതെ അധികം ഐറ്റം എന്തോരം ഉണ്ടെന്നനുസരിച്ച് ചേർത്താൽ മതി. അതൊക്കെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതല്ലേ, നമുക്ക് എന്തോരം നമ്മൾ ഉപയോഗിക്കുന്നതോ. ഞങ്ങൾ പറഞ്ഞില്ലേ, പരീക്ഷണാർത്ഥം ആയതുകൊണ്ട് എപ്പോഴും കുറച്ച് ആദ്യം ഉണ്ടാക്കുള്ളൂ. പിന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കാലോ. മഞ്ഞൾപ്പൊടി, ഇനി മല്ലിപ്പൊടി. ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടതാണ് വഴറ്റാൻ നേരത്തെ ചേർത്ത. ഇതെല്ലാം ഹോം മെയ്ഡ് പൊടികളായതുകൊണ്ട് പിന്നെ വിഷയങ്ങളില്ല, നല്ല പൊടിയാണ്. ഇനി ഇച്ചിരി ഇല്ലേ ഗരം മസാലകൾ ചേർക്കണം. ഗരം, എന്നിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. ഗരം മസാല കുറച്ച് മതി, അത്രയല്ലേ ഐറ്റം ഉള്ളൂ. ചൂടുണ്ടോ? അയ്യോ, മഴ ഇന്നലെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇടും, മതിയാവും. ചൂടുണ്ടോന്ന് ചോദിച്ചാലില്ലേ, ഇതൊക്കെ തുറന്നിങ്ങനെ ഇട്ടേക്കൊന്നു. ഭയങ്കര ചൂടാ. കാര്യം മഴ 2 ദിവസം, ഇപ്പൊ ഇന്നലെ കുറച്ചേ പെയ്തുള്ളൂ, കാറ്റെടുത്ത് പോയി. മിനിഞ്ഞാന്ന് ഒരു വിധം നന്നായിട്ട് പെയ്തതാ. പക്ഷെ നേരം വെളുത്ത് 10 മണി ആയി കഴിഞ്ഞാ തീ പാർന്ന ചൂടാ. ഇത്രയും മരങ്ങളും മാവുകളും എല്ലാം ഉണ്ടായിട്ടല്ലേ. അപ്പൊ ടൗണിലൊക്കെ എന്നെ ആയിരിക്കും അല്ലേ അവസ്ഥ. ഇനി ഇതേ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വേവിക്കുക എന്നല്ല, ഒന്ന് ഇളക്കി ശരിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ 2 വേറെ താരങ്ങൾ ചേർക്കാനുണ്ട്. ആ താരങ്ങൾ നമുക്ക് ഇച്ചിരി നെയ്യിൽ വഴറ്റി ഇതിലേക്ക് ചേർക്കണം. പിന്നെ മറ്റ് വെജിറ്റബിൾ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ചേർക്കാൻ പറ്റിയ മറ്റ് വെജിറ്റബിൾ ഒന്നും ഇല്ല. ടൊമാറ്റോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കൊള്ളൂല ഇതിൻ്റെ കൂടെ. പുളിപ്പ് അത് ശരിയാവൂല. ഞാൻ പറഞ്ഞില്ലേ, ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഓർത്തില്ല, അല്ലെങ്കിൽ ഇന്നലെ പറയായിരുന്നു ഇച്ചിരി ബീൻസ് മേടിക്കാൻ. അപ്പം നമ്മളിപ്പോൾ പരീക്ഷണം ഇതായതുകൊണ്ട് കുറച്ചുള്ളത് കൊണ്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള 2 ഐറ്റം ഉണ്ട്. ആ 2 ഐറ്റം നെയ്യിൽ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം. അത് ഞങ്ങളുടെ മകളാണ് ഇവിടെ നെയ്യിൽ മൂപ്പിച്ച്, നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്താഴത്തിന് പല സംഗതികളും ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ അത് ഞാനൊന്ന് തവ എടുത്തോണ്ട് വരാം, നെയ്യിൽ മൂപ്പിക്കാം നമുക്ക്. അത് നീ എനിക്ക് അതിന്റെ അളവ് പറഞ്ഞല്ല, മൂപ്പിക്കേണ്ട എന്തോ സമയം വേണമെങ്കിൽ. ഞാൻ ആ പരിപാടി ചെയ്യാറില്ല. ഓക്കെ, നെയ്യൊക്കെ നന്നായിട്ട് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. പനീറാ, കൊറേ പനീർ എടുത്തിട്ടുണ്ടല്ലോ. പനീർ വേണം, പ്രോട്ടീനിങ് പോരട്ടെ രീതിയാണോ? അതല്ല, പനീർ വേണം. വെജിറ്റബിൾ വേറെ അധികം ഇല്ലല്ലോ. ക്യാരറ്റും പൊട്ടറ്റോയും സവോളയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പനീർ ഇച്ചിരി കിടക്കട്ടെ. എപ്പോഴും ചെയ്യണില്ലല്ലോ. അതില്ല, മിൽക്കി മിസ്റ്റിന്റെ അപ്പം ഇവിടെ നിന്ന് മിൽക്കി മിസ്റ്റാണ് മേടിച്ചത്. മീഡിയത്തിൽ പതുക്കെ ആയി തുടങ്ങിട്ടോ. അതൊക്കെ എടുക്കാൻ കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ആയാലേ അത് വേണ്ട. സിമ്മിലാപ്പം ഇട്ടേക്കണേ. കണ്ടോ, കറിയിലേക്കുള്ളതല്ലേ, ഈ കറിയിലേക്കല്ലേ, വെജിന്റെ കറിയിലേക്കുള്ളതല്ലേ. അപ്പൊ അത് ബ്രൗൺ ആക്കണ്ട, നമുക്ക് വേണ്ട. ഈ ഒരു ഭാഗം മതി. ഇനി അതിലേക്ക് ഗ്രീൻ പീസ്. ഈ ഒരു കളർ ആവുമ്പോഴേക്കും അത് മാറ്റണം, അതാ നല്ലത്. ഇനി നമുക്ക് ഗ്രീൻ പീസും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അല്ലേ. ഏത് ഗ്രീൻ പീസ് ആട്ടോ, വെറുതെ എങ്ങനെ ഇടരുത്. അതെ, വെറുതെ ഇടരുത്. ഇനി മാറ്റിക്കും, മാറ്റിട്ടെ. അല്ലെങ്കിൽ കൂടുതൽ കുക്കായി പോകും, ചുങ്ങി പോകുന്നില്ല. എല്ലാം റെഡിയായി. ഇത് വേവിച്ച നെയ്യാണ്, അത് ആ കറിയിൽ തന്നെ ചേർക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് മാറ്റാം, കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളൂല, അതിലേക്ക് തന്നെ ചേർക്കും നമ്മൾ. മിക്സ് ചെയ്യാം. ചേരാവേ ഇപ്പം തന്നെ ഡിസ്പ്ലേക്കുള്ള പടം എടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഇളക്കി കഴിയുമ്പോൾ പിന്നെ പടം ഇതാവില്ല. ഇത് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി നിനക്ക് ഇതിൽ കൊടുക്കുകയും ചെയ്യും. നോക്കട്ടെ കേട്ടോ, ഉപ്പൊന്ന് നോക്കട്ടെ. മതി, ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന 2 ഐറ്റം അങ്ങ് ചേർക്കാം. ഇടട്ടെ. വെജിറ്റബിളിലും കൂടുതൽ ഇപ്പൊ ഇതാണല്ലേ, വെജിറ്റബിളിലും കൂടുതൽ ഇതാന്നേ. അതിനിപ്പോ ഒന്ന്
ടേസ്റ്റ് ചെയ്യാൻ ഓരോ സ്പൂൺ എല്ലാവർക്കും എടുക്കണ്ടേ, അതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കോളിഫ്ലവറും ബീൻസും ഒക്കെ ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യാം നോമ്പ് കാലത്ത്. ഇട്ടേച്ച് ശരിയാക്കാം, വേറെ ഒരു പരിപാടി ചെയ്യാം. പടത്തിന് വേണ്ടി കേട്ടോ, അത് കഴിഞ്ഞ് ഇളക്കും. നോക്കിക്കോ. ഓ ഓർക്കുമ്പറ്റ് വെച്ചാ ഭയങ്കര ബുദ്ധിയാ. അതുകൊണ്ടായിരിക്കും തലയിലെ മുടിയൊക്കെ പൊഴിയാ വയസ്സുകാലത്തെ. അതെന്നാ ബുദ്ധിയുള്ളവരുടെ പൊഴിയോ? ബുദ്ധിയുള്ളവരുടെ തലയിൽ മുടിയൊക്കെ ഉണ്ടാവില്ലെന്നല്ലേ പഴയ പഴമക്കാര് പറയണേ. അപ്പൊ എനിക്ക് തീരെ ബുദ്ധി ഇല്ലാന്നാണ് അർത്ഥം. നിനക്ക് മാത്രല്ല, എനിക്ക് ഒട്ടുമില്ലായിരുന്നല്ലോ. പണ്ട് നിറച്ച് മുടിയല്ലാന്നോ. ഇപ്പൊ കുറച്ച് പൊഴിഞ്ഞു പോയത് കൊണ്ട് ചിലപ്പോ കുറെ അധികം പൊഴിഞ്ഞു പോയില്ല, അതുകൊണ്ട് ചിലപ്പോ ബുദ്ധി ഇച്ചിരി വന്നപ്പോഴായിരിക്കും പൊഴിഞ്ഞു പോയത്. എന്നകി പറയണേ കേക്കണ്ടാന്ന്. അതെ വെച്ചോ. എന്നിട്ട് നമുക്ക് പടയെടുക്കാം. നെയ്യും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. ഇതേ നെയ്യ് ഒഴിച്ചില്ല എന്ന് പറയുന്നത് ബാലൻസ് ഉള്ള നോക്കട്ടെ. ബാലൻസ് ഉള്ള നെയ്യ് ഇതിലേക്ക് ചേർക്കും. അതെ നെയ്യും ഗ്രീൻ പീസിൽ ഇതൊക്കെ വഴറ്റിയാ സംഭവം മൊത്തമാണ് ചേർത്തു. എന്നിട്ട് നീ പടം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്നോടെ പടം എടുക്കാം കേട്ടോ. ആ ഫോമിലുള്ള പടവും 2 രീതിയിലുള്ളതും എടുക്കാം. നമുക്ക് ഇളക്കാം. ഇളക്കിലാണ് അമ്മയുടെ ഹര ഇരിക്കണേ. അല്ല അത് മിക്സിങ് വേണമല്ലോ, അപ്പൊ ചുമപ്പൊക്കെ കയറി വരും ക്യാരറ്റിന്റെ. അതെ പൊട്ടറ്റോയുടെ ഇത് അപ്പോഴാണ് അമ്മയുടെ ഹരം പാകത്തിനാവണം. ഇതിപ്പോ ചോറിന്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, കൂടി വന്നാൽ അപ്പത്തിന്റെ കൂടെയും കഴിക്കാം. അപ്പം വേണമെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെയും കഴിക്കാം. ഇത് ഏറ്റവും നല്ലത് ചപ്പാത്തി. അതിന് എല്ലാവർക്കും ഇഷ്ടമുള്ളതിന്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഗുണമുള്ള സാധന, പ്രോട്ടീൻ റിച്ച്. അതെ പോരെ. ഞാനൊന്ന് മിക്സ് ചെയ്ത് ശരിയാക്കി വെക്കാം. എല്ലാം റെഡിയാക്കി മിക്സ് ചെയ്ത് ഇനി പനീർ എടുക്കട്ടെ കേട്ടോ. ബാക്കിയെല്ലാം കൂടെ ബാക്കിയെല്ലാം ഉണ്ട്. ഈ സ്പൂൺ ഒരു സുഖമില്ല വായിൽ വയ്ക്കാൻ. വയലേക്ക് കുത്തിട്ട് വീണ്ടും അടുത്തത് എടുത്തു. എത്ര പാത്രങ്ങളാ അമ്മ ഒരു പാചകത്തിന് ഉപയോഗിക്കണം. ശരിയാ. എന്നിട്ടാ വർക്ക് ഏരിയ സിങ്കിലേക്ക് പോകില്ല. പിന്നെ സമ്മതിക്കണം. പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ഒരു ലക്ഷ്യമില്ലാതെയാ വെള്ളം പൈപ്പ് തുറന്നിട്ട് കഴുകല്. എടുക്കട്ടെ എന്നാ. ഞാനിച്ചിരി നോക്കിയിട്ട് നല്ലതായിട്ട് തോന്നി. എന്നാക്കി കോരി എടുക്കണേ. എല്ലാ സാധനവും വേണം അതിലതാ ടേസ്റ്റിങ്. നേരം ചാടി പോവും. അത് മതി. ഇനി കൂടുതൽ നോക്കിയാ ഒന്നും എടുക്കാൻ പറ്റൂല. എടുക്കാൻ പറ്റും. നീ കഴിച്ചു നോക്കി, ഞാൻ മിക്സ് തരാം. നല്ലതായിട്ട് തോന്നണം. ഒരു കാര്യമുണ്ട്, മസാലയൊക്കെ പനീറിലേക്ക് ഇതിലേക്കും പിടിക്കണം. ഇത്രയോടെ അത് ഉച്ചക്ക് കഴിക്കാനാകുമ്പോഴത്തേക്ക് ആവുന്നേ. ഇച്ചിരൂടെയൊക്കെ ഒന്ന് ചൂടാക്കി ശരിയായിക്കോളും. തെറ്റില്ലല്ലോ. നല്ല അപ്പയ്ക്കും ഇഷ്ടപ്പെടുക മൊത്തത്തില്. ഉരുളക്കിഴങ്ങ് ഒന്നുകൊണ്ട് ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് വേണം. അപ്പയോട് ചോദിക്കാൻ വേണമെങ്കിൽ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ കറികൾ വിളമ്പുവാണേ. 1:35 ആദ്യത്തെ കറി നമ്മൾ ഇന്ന് തയ്യാറാക്കിയ പനീർ വെജ് മസാല. നമ്മളിന്ന് ചോറിന്റെ കൂടെ ആട്ടോ കഴിക്കണേ. കാരണം ചോറിന്റെ കൂടെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കറികൾ ഇങ്ങനെ മാറി മാറിയല്ലേ എടുക്കണേ. അപ്പൊ ഇന്ന് കുറച്ച് വ്യത്യസ്ത രുചി ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ ചെയ്തതാണ്. അതെ. ഇനിയിപ്പോ ഒരു നാരങ്ങ വറുത്തരച്ചൊക്കെ കറി വെക്കാം. അവൻ കേമന. പക്ഷെ ഇവിടെ സൗകര്യമില്ല. ഇപ്പൊ ഈ പണി നടക്കണ കാരണം ഇനി ഇപ്പൊ വർക്കയിലോട്ട് കയറി ഒട്ടും നടക്കൂല. അതാ നല്ല ഒരു കറിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴാണ്. ആ കറക്റ്റ് കോമ്പിനേഷനിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ ചോറിൻ്റെ കൂടെ കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല. നോയമ്പ് സമയമൊക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ഇൻ കറികളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ അതുപോലെ പനീറും ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് വരികയും ചെയ്യും. ചോറിൻ്റെ കൂടെയും കമ്പൈൻ ചെയ്ത് പോകും കേട്ടോ. അഡീഷണലായിട്ട് ഒരു കറിയായിട്ട് നമുക്ക് വിളമ്പാം. വേറെ ഒരു കറിയൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിലേ. ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത് തൈര് കടുക് പൊട്ടിച്ചതും കൊടപ്പൻ തോരനും ഒക്കെയാണ്. അപ്പോൾ തൈര് കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ വെളുത്തുള്ളി പിക്കിളും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് ഒരു പുഷ്ടിമയ്ക്ക് നമുക്കൊന്ന് വിളമ്പി ടേബിളിൽ വെക്കുമ്പോഴും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഒരു ആർഭാടമൊക്കെ ആയിട്ട്, ചെറിയ രീതിയിലൊരു ആർഭാടമൊക്കെ ആയിട്ട് തോന്നുകയും ചെയ്യും.
അപ്പോൾ നല്ല കറിയാണ്. പിന്നെ ഞാൻ ആദ്യം കറി കൂട്ടി കഴിച്ചു. അതിനുശേഷം വെളുത്തുള്ളി പിക്കിള് നമ്മുടെ തൈര് കടുക് പൊട്ടിച്ചതിലിട്ട് കുഴച്ചങ്ങ് കഴിച്ചു. ഓഫ്, അതായിരുന്നു കേട്ടോ ഗംഭീരം.